മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ സംബന്ധിച്ച് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിറഞ്ഞു നിന്നിരുന്ന മഹിത സ്വഭാവങ്ങളിലൊന്നായിരുന്നു സത്യസന്ധത എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വിശ്വാസി സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മിപ്പിക്കുന്നതും ഈ ഒരു സത്യസന്ധതയെക്കുറിച്ചാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു സത്യസന്ധതയുടെ ലെവൽ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടി അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരായിട്ടുള്ള മുഴുവൻ ആളുകളെയും വിളിച്ചു ചേർത്തുകൊണ്ട് സൊഫാ കുന്നിൻ്റെ മുകളിൽ കയറിയ പ്രവാചകൻ അവരോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഈ ഒരു കുന്നിന് പിറകിലൂടെ ആയിക്കൊണ്ട് നിങ്ങൾ ആക്രമിക്കാൻ ഒരു സൈന്യം വരുന്നുണ്ട് എന്ന് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളത് വിശ്വസിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അവിടെ കൂടിയിരുന്ന ആബാലവൃദ്ധ ജനങ്ങളും ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട്, ഞങ്ങളത് വിശ്വസിക്കും, കാരണം താങ്കൾ സത്യം മാത്രമേ പറയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അൽ അമീൻ എന്നും അസ്വാദിഖ് എന്നുള്ള പേരുകളിൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയപ്പെടുകയാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ സംസാരത്തിനിടയ്ക്ക് അറിഞ്ഞും അറിയാതെയുമായിക്കൊണ്ട് കളവുകൾ വന്നു പോകാറുണ്ട്. നാം അതിനെ അത്രമേൽ ഗൗരവത്തോടു കൂടെ കാണുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ മഹാനായ പ്രവാചകന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ തമാശകളുടെ വേളകളിൽ പോലും കളവുകൾ വരുന്നത് അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. ഏറ്റവും നല്ല സംസാരം അത് സത്യസന്ധമായ സംസാരമാണെന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനത്തെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും സർവോപരി ജീവിതത്തിലും സത്യസന്ധത കൈവരിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്.